തോമസ് ഐസക് പച്ചക്കള്ളം പറയുകയാണ്. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് പോലും 6%-നും 7%-നും കടമെടുക്കാൻ നമുക്ക് അവകാശമുള്ളതാണ്. എവിടുന്ന് മാറി മാറി വരുന്നതായി പറയുന്നത്? ജപ്പാനിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മെട്രോയ്ക്ക് വേണ്ടി 2.5%-നാണ് ശതമാനത്തിലാണ് എടുത്തത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ വേൾഡ് ബാങ്ക്, ADB ഇതിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് നമുക്ക് പണം കിട്ടും. അതൊന്നും എടുക്കാതെ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുത്തുകയും ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള CDPQവിന് ലാഭം ഉണ്ടാക്കുകയും ചെയ്ത് കൊടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് കുറ്റവാളി. അത് മാത്രമല്ല, RBI എന്ന് പറയുന്ന ഭരണഘടനയ്ക്ക് മുകളിലാണോ എനിക്കറിയത്തില്ല. 293(1) ആർട്ടിക്കിൾ 293(1) പറയുന്നത് സഞ്ചിത നിധി ഈട് വെച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് പണം എടുക്കുമ്പോൾ, ബോണ്ട് മുഖേന എടുക്കുമ്പോൾ അതിന് നിയമപരമായ സാധുതയില്ല. ഭരണഘടനയ്ക്ക് മുകളിലല്ലോ RBI എന്ന് പറയുന്നത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് ലാവ്ലിൻ കമ്പനിക്ക് വേണ്ടി നടത്തുന്ന ഇടപാടാണ്, ഇത് വൻ അഴിമതിയാണ്. അത് സത്യമായി ഇന്ന് വന്നിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മസാല ബോണ്ട് ഇപ്പോൾ എവിടെ പോയി? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി മണിയടിച്ച് ആരംഭിച്ച ഈ മസാല ബോണ്ട് പിന്നെ ഇറക്കിയോ? പിന്നെ ആരെങ്കിലും വാങ്ങിയോ? അപ്പോൾ ഈ ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാനല്ലേ ഇത് ചെയ്തത്? അതാണ് ഞങ്ങൾ പറയുന്നത്, ഇത് അഴിമതിയാണ്.